ആറളത്തെ ആനമതിൽ മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കണം. മന്ത്രി OR കേളു. ആറളത്തെ ആനമതിൽ നിർമ്മാണം മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു നിർദ്ദേശിച്ചു. കണ്ണൂർ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആറളത്തെ ആനമതിൽ നിർമ്മാണം മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു നിർദ്ദേശിച്ചു. കണ്ണൂർ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ വന്യജീവി സംഘർഷം ഏറെ ഗുരുതരമായ പ്രശ്നമാണ്. ഇതിന് പരിഹാരമുണ്ടാക്കാനാണ് ആനമതിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. അത് എത്രയും വേഗം പൂർത്തിയാക്കണം. ആവശ്യമായ മരങ്ങൾ മുറിച്ചു മാറ്റാനും മറ്റും ആവശ്യമായ നടപടികൾ വനം പൊതുമരാമത്ത് വകുപ്പുകളും TRDM-ഉം ആറള ഫാം മാനേജ്മെന്റും കൂട്ടായി സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പദ്ധതി ശുപാർശ നൽകുകയും പണം നൽകുകയും മാത്രമല്ല, പദ്ധതി നിർവഹണത്തിന് കൃത്യമായ മേൽനോട്ടം വഹിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക എന്നതും വകുപ്പിന്റെ ചുമതലയാണ്. പദ്ധതികൾ സമയബന്ധിതമായും ഫലപ്രദമായും പൂർത്തിയാക്കുന്നതിന് ഇത് ആവശ്യമാണ്. ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ എല്ലാ മാസവും പദ്ധതികളുടെ പുരോഗതി അവലോകനം നടത്തണം. ഇതിനായി നിർവഹണ ഉദ്യോഗസ്ഥരെ കൂടി ഈ യോഗങ്ങളിലേക്ക് വിളിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വകുപ്പുകൾക്ക് കീഴിലെ ഹോസ്റ്റലുകളിൽ ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധനകൾ നടത്തണം. കെട്ടിടം പണി പൂർത്തിയായിട്ടും പ്രവർത്തനം ആരംഭിക്കാത്ത പെരിങ്ങോം ഹോസ്റ്റൽ അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കണം. സാമൂഹിക പഠനമുറികൾ എല്ലാം കൃത്യമായി പ്രവർത്തിപ്പിക്കണം. ഇവ കേന്ദ്രീകരിച്ച് ഓൺലൈൻ PSC ക്ലാസുകൾ ആരംഭിക്കും. വകുപ്പുകൾ ഹോം സർവേ പൂർത്തിയാക്കണം. എല്ലാ ഓഫീസുകളും ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് എത്രയും വേഗം മാറേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഇത് നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി ഇപ്പോൾ 4ാം വർഷത്തിലേക്ക് ഗവൺമെന്റ് കടക്കുകയാണ്. ആ സമയത്ത് തന്നെ കേരള ഗവൺമെന്റ് 100 ദിന പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 100 ദിന പരിപാടിയോടനുബന്ധിച്ച് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പിലെ എല്ലാ പദ്ധതികളും വളരെ വേഗത്തിലാക്കാനും അതിൻ്റെ സേവനങ്ങൾ ഈ തദ്ദേശീയ ജനവിഭാഗത്തിന് വേഗം ലഭ്യമാക്കാനും ലക്ഷ്യം വെച്ചുള്ള ഒരു അവലോകന യോഗമാണ് ഇന്ന് കണ്ണൂർ ജില്ലയിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ 14 ജില്ലയിലും വകുപ്പ് ഇത്തരത്തിലുള്ള അവലോകന യോഗങ്ങൾ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും നമ്മളിത് ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക്, മറ്റിപ്പോൾ എല്ലാ സങ്കേതങ്ങളിലേക്കും വെള്ളം, റോഡ് സൗകര്യം, വൈദ്യുതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് ഇല്ലാത്ത സങ്കേതങ്ങളിൽ അത് എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ് നടപ്പാക്കി വരുന്ന അംബേദ്കർ ഭവന പദ്ധതി അത് വേഗത്തിലാക്കുക, ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളും പരിശോധിച്ച് വരുന്ന ഒരു അവലോകനം തന്നെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പം ഈ ആറളപ്പാമിലെ ആനശല്യം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നിലനിൽക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ആനമതിൽ നിർമ്മാണം നടക്കുന്നുണ്ട്, ഫെൻസിങ്ങിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് മന്ദഗതിയിലാണ്. കാരണം അവിടെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മരങ്ങൾ ഒക്കെ കുറച്ച് മുറിച്ച് ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ ആ കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു പ്രധാന വിഷയമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. പിന്നെ ആറളം പാമ്പിലെ സൊസൈറ്റീൻ്റെ പ്രവർത്തനം അതൊന്ന് ശക്തിപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ, അവിടെയുള്ള ഹോസ്റ്റൽ സമുച്ചയം ഉണ്ട്, അത് പ്രവർത്തനക്ഷമമാക്കുക, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്ന് MLA-മാരും മന്ത്രിമാരും ഉന്നയിച്ചത് നമ്മുടെ വകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അംബേദ്കർ കോളനി വികസന പദ്ധതി അത് വളരെ വേഗത്തിൽ ആക്കണം, അതിൻ്റെ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രധാന വിഷയമായിട്ട് ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ആറള പാമ്പിൻ്റെ ഹോസ്റ്റലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അതിപ്പോൾ കുറച്ച് പണി അവിടെ കെട്ടിടത്തിൻ്റെ പണിയെല്ലാം പൂർത്തിയാക്കി. പക്ഷേ നമുക്ക് അതിനോടനുബന്ധിച്ച് അവിടെ ഈ സോളാർ സിസ്റ്റം മറ്റു കാര്യങ്ങൾ കൂടെ കുറച്ച് പൂർത്തീകരിക്കാനുണ്ട് അവിടെ. അപ്പോൾ അത് നമ്മൾ കാത്തു നിൽക്കുന്നില്ല, വേഗം തന്നെ കെട്ടിടം ഹാൻഡ് ഓവർ ചെയ്ത് അതിൻ്റെ പ്രവർത്തനക്ഷമമാക്കണം എന്നുള്ളത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ്. MS ഗോൾഡൻ ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി. കാഴ്ചകൾ അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ. ഡോക്ടർ ഐസ് ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരിട്ടിയിലും. എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം. ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ 99 രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ്.
തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്രപരിശോധന. ഓഗസ്റ്റ് 15 മുതൽ 31 വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഫ്രീ സർവീസിംഗ്, ഫ്രീ ഹോം ഡെലിവറി, ഫ്രീ ഹോം ഐ ചെക്കപ്പ്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി. നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയേകുവാൻ, കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട്. ഡോക്ടർ ഐസ് ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ, പയ്യഞ്ചേരിമുക്ക്, ഇരിട്ടി. കോൺടാക്ട് 8111840075 9544499622. മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാട്ര റോഡിൽ, സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ. എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം മേഴ്സി ഹോസ്പിറ്റലിന് സമീപം.